ഹലോ ഹായ് എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഒരു നാടൻ ഒഴിച്ചു കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മറ്റൊന്നുമല്ല, നമ്മുടെ മോര് കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ മോരിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമ്മുടെ മോരിലുണ്ട്. അതുപോലെ തന്നെ 90% വെള്ളമാണ് മോരിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ മോര് നമ്മളെ സഹായിക്കാറുണ്ട്. അതുമാത്രമല്ല, മോരിലും മഞ്ഞൾ കാച്ചി കുടിക്കുന്നത് വയറിൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അക്കാരണത്താൽ തന്നെ മോര് കറിയും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ തേങ്ങ അരച്ചൊരു മോര് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 1 കപ്പ് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈര് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ കാന്താരി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകവും 1/4 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില കൂടി എടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകവും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ എരിവിന് അനുസരിച്ചുള്ള കാന്താരി കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് അരിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ 1/4 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അതിലേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിയുടെ നിറമൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് അതിലേക്ക് ഇളക്കിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ലേശം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മോര് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിതിനെ വാങ്ങി വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു മോര് കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.